ഒരു പാനിലോട്ട് 1 കപ്പ് പാല്, പിന്നെ ഒരു സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2, 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. 2 ഏലക്ക, 2 പട്ട, 2 ഗ്രാമ്പു അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ തിളച്ചൊന്ന് പൊന്തി വരുമ്പോഴേക്കും ഇതുപോലെ മിക്സാക്കി ഈ പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ തണുപ്പ് ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. എന്നിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കണേ. ഇനി ഒരു പാനിലോട്ട് ബട്ടർ മെൽറ്റ് ആക്കിയിട്ട് അതിലേക്ക് ഈ മിക്സി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ട് ഒന്ന് പൊടികളുടെ പച്ചമണം മാറി വരുമ്പോഴേക്കും നേരത്തെ അരച്ചെടുത്ത ആ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി അതൊന്ന് തിളച്ച് വരണേ. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യം വെള്ളം അതിനനുസരിച്ച് വെള്ളം ചേർക്കാം. നന്നായിട്ട് മിക്സാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കണം, കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് പനീറാണ് കേട്ടോ. അപ്പോൾ പനീർ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ കിട്ടും. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ട് അവസാനം കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു പനീർ ബട്ടർ മസാലയാണ്. ഒരു വെറൈറ്റി സ്റ്റൈലിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. കൂടെയോ നാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ.